വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. തമിഴ്നാട് ചേരമ്പാടിയിൽ 1.5 വർഷം മുൻപ് കാണാതായിരുന്നു ഹേമചന്ദ്രനെ. ചേരമ്പാടിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് പരിശോധന നടത്തുന്നു. വിശദവിവരങ്ങൾ കമൽ നൽകും. കമൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഹേമചന്ദ്രന്റെ മൃതദേഹം ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്, ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് 2 പോലീസുകാർ നിൽക്കുന്ന ദൃശ്യം കാണാം. അവിടെ പോലീസ് റിബൺ കെട്ടി അങ്ങോട്ടുള്ള വഴി തടഞ്ഞിട്ടുണ്ട്. അതിനുള്ളിലൂടെ 100 മീറ്റർ അകത്തേക്കാണ് ഈ സ്ഥലം. ഈ ഹേമചന്ദ്രൻ വയനാട് സ്വദേശിയാണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മായനാട് ഭാഗത്താണ് താമസിച്ചിരുന്നത്. മുമ്പ് അദ്ദേഹം വയനാട്ടിലും പല സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു. കാണാതായിട്ട് ഏതാണ്ട് 2 വർഷമായി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അടുത്ത ദിവസങ്ങളിലാണ് 2 പേരെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇത് കൊലപാതകമാണ് എന്നുള്ള സംശയത്തിൽ ആ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വനമേഖലയിൽ ചേരമ്പാടി, നീലഗിരി ജില്ലയിലെ ചേരമ്പാടി വനമേഖലയിൽ പരിശോധന നടത്തിയത്. വയനാട്ടിൽ നിന്ന് ഏതാണ്ട് കൽപ്പറ്റയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിൽ. ഊട്ടി റോഡാണ്, നീലഗിരി ജില്ലയിലൂടെ ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുന്ന റോഡരികിലെ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്നത്. എന്താണെങ്കിലും മെഡിക്കൽ കോളേജ് പോലീസാണ്, അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട്. ഇത്രയും നാളിന് ശേഷം ഇങ്ങനെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന ഒരു കാര്യം കണ്ടെത്താൻ പോലീസിന് ആ വിവരത്തിലേക്ക് നയിച്ച തെളിവുകൾ എന്താണ്? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? മോത്തി, പോലീസിൽ നിന്ന് നമുക്ക് ഒരു വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ വനത്തിന് ഉള്ളിലാണ് ഉള്ളത്. എന്തായാലും 2 പ്രതികൾ, ഒന്നോ രണ്ടോ ആളുകൾ പോലീസിനൊപ്പമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ നടത്തിയത്. അതുപോലെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത്, ആരാണ് പ്രതികളൊന്നും വ്യക്തമല്ല. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ഈ ഹേമചന്ദ്രൻ. അദ്ദേഹം പക്ഷേ വയനാട്ടിലും കോഴിക്കോടുമായി പല സ്ഥലത്തായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ബത്തേരിയിൽ ഇപ്പോൾ സ്വന്തമായി വീടില്ല എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഭാര്യയോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മായനാട് ഭാഗത്താണ് താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ചേരമ്പാടി വനമേഖലയിലുള്ളത്. ഇനി തുടർന്നുള്ള പരിശോധനകൾ ഇന്ന് തന്നെ ആയിരിക്കുമോ നടത്തുന്നത്? ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇത് 1.5 വർഷം 2 വർഷത്തോളമായി ഈ സംഭവം നടന്നിട്ട്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എടുക്കാനൊക്കെ നടപടിക്രമങ്ങളുണ്ട്. അതിനായി ഫോറൻസിക് സംഘത്തെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇത്രയും കാലമായതുകൊണ്ട് തന്നെ മൃതദേഹ ഭാഗങ്ങൾ എന്ന് പറയാൻ അങ്ങനെ അസ്ഥികളല്ലാതെ മറ്റൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം പരിശോധനകൾ നടത്താനും. പോലീസിന് ഫോറൻസിക്കിൻ്റെയും ശക്തമായ ഇടപെടൽ കാര്യത്തിൽ ഉണ്ടാവണം. അതിനുള്ളൊരു കാത്തിരിപ്പിലാണ് പോലീസ് സ്ഥലത്തുള്ളത്. 2 വർഷത്തിന് ശേഷമാണ് തിരോധാനത്തിൽ ഹേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ തിരോധാനത്തിന് ശേഷം ഇത്തരത്തിൽ കൊന്നു കുഴിച്ചിടുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും ചേർന്ന് പരിശോധന നടത്തിയായിരിക്കും മറ്റ് കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുക. കമൽ, സ്ഥലത്ത് മറ്റാരോ എത്തിയിട്ടുള്ളത് ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? തമിഴ്നാട് പോലീസിന്റെ നീലഗിരി ജില്ലാ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള ആളുകളാണ്. പോലീസ് ഫോറൻസിക് വിദഗ്ധരാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അവരുടെ വാഹനമാണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഫോറൻസിക് സംഘം സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അവരെ കാത്ത് നിൽക്കുകയായിരുന്നു. മൊബൈൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി നീലഗിരി ഡിസ്ട്രിക്ട് എന്നാണ് ഈ വാഹനത്തിൽ എഴുതിയിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരാണ്, നീലഗിരി പോലീസിൽ നിന്നുള്ള ആളുകളാണ്. അതിൽ ഒരു മിനി ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നാണ് ആ വാഹനത്തിൻ്റെ ദൃശ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ചേംബർ അടക്കമുള്ള വാഹനമാണ്. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇനി മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും നീലഗിരി പോലീസിന്റെ, തമിഴ്നാട് പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ശരി, കമലാണ് വിശദവിവരങ്ങൾ തന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തി, അതിന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. തുടർ പരിശോധനകൾക്കായി പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.